ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ജോബ് എക്സ്പീരിയൻസ് വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരു ജോബ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 വീഡിയോസ് ഇട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരോ, എക്സ്പീരിയൻസ് പറയുമോ, എങ്ങനെയാണ്, എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ കുറേ പേർക്കൊക്കെ ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുത്തായിരുന്നു. പിന്നെ കുറേ പേർക്കൊന്നും പറ്റിയില്ല. അപ്പം ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വ്ളോഗ്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളിങ്ങോട്ട് കയറി വരുന്നത് ഞാൻ വിസിറ്റ് വിസയും ടിക്കറ്റും എടുത്തിട്ടാണ് കയറി വരുന്നത്. പിന്നെ വിസിറ്റ് വിസക്കാണ് നിങ്ങളുടെ ജോബ് നോക്കി വരുന്നതെങ്കിൽ ഇവിടെ ഒരിക്കലും അത് മെൻഷൻ ചെയ്യരുത്, ഞങ്ങൾ ജോബ് നോക്കി വന്നതാണെന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യരുത് ഇവിടെ ദുബായിൽ. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ടിക്കറ്റും വിസയെടുത്ത് കയറി പോന്നു. പിന്നെ ഇവിടെ സ്റ്റേയും കാര്യങ്ങളും നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 550, 600, 650 അങ്ങനെ ഒരുപാട് റേറ്റുകളിൽ റെന്റ് ബെഡ് സ്പേസ് അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് എൻ്റെ സിസ്റ്റർ ആളുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് അധികം എഫേർട്ട് ഇടേണ്ട വന്നില്ല. കാരണം ആളിവിടെ ബെഡ് സ്പേസിൽ തന്നെ നിന്നേച്ചത്. അപ്പോൾ ആളുടെ കൂടെ തന്നെ ഞാൻ സ്റ്റേ ചെയ്തത്. സോ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ നമുക്ക് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് ഇവിടെ വന്ന് ഈ 2 മാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക. അത് ഇന്ന ആപ്പ് എന്നൊന്നുമില്ല, പക്ഷെ എന്നാലും മെയിൻലി ഞാൻ ചെയ്ത ആപ്പുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നൗക്രി ഗൾഫ്, ഇൻഡീഡ്, പിന്നെ ലിങ്ക്ഡിൻ, അങ്ങനെ പിന്നെ ഇവിടുത്തെ കുറേ ബൈറ്റ്.com, അങ്ങനെ ഒരുപാട് ആപ്പുകൾ നമുക്ക് കിട്ടാവുന്ന എല്ലാ ആപ്പുകളിലും കയറി അപ്ലൈ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഞാൻ കൂടുതൽ ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ കൂടുതൽ ഓരോ കമ്പനീസിന് ഇപ്പോൾ ഇവിടുത്തെ ഈ ദുബായിൽ തന്നെ ഒരുപാട് ലീഗൽ ഫോംസ് ഉണ്ട്. അവരെയൊക്കെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്തത്. എന്നാലും ആപ്പുകളിൽ നോക്കുകയാണെങ്കിൽ ലിങ്ക്ഡിൻ, ഇൻഡീഡ് ഒന്നുകൂടി ബെറ്റർ ആണ്. നമുക്ക് ഒന്നുകൂടി സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്താലും നമുക്ക് അതിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾസ് വരാൻ നല്ല സാധ്യതയുള്ള 2 ആപ്പുകളാണ് ലിങ്ക്ഡിനും ഇൻഡീഡും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇനി ഇൻ്റർവ്യൂസ്. ഞാൻ ഇവിടെ വന്നിട്ട് അപ്പോൾ 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ വന്ന് ഞാൻ അറ്റൻഡ് ചെയ്ത്. എനിക്ക് അതിൽ ചെയ്യാൻ പറഞ്ഞത് ഒരു ലീഗൽ നോട്ടീസ് ആയിരുന്നു. ലീഗൽ നോട്ടീസ് നമുക്ക് ഇപ്പോൾ പൊതുവെ അറിയാം, നമ്മളെ നാട്ടിലും ചെയ്യുന്നതാണ് ലീഗൽ നോട്ടീസ്. അതുകൊണ്ട് ആ ഒരു ഐഡിയയിൽ വെച്ച് ഞാനങ്ങ് ചെയ്തു കൊടുത്തു. പക്ഷേ 10-20 പേരുള്ളതുകൊണ്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ അത് കിട്ടിയില്ല. കാരണം അത് കിട്ടിയില്ല, അതൊന്നും പറയാൻ ഭാഗ്യമില്ല, കിട്ടിയില്ല. ആ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം വീണ്ടും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്നെ ഒരാൾ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത്, ഇങ്ങനെ ഒരു ലോ ഫോമിലാണ് ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും ജോബ് നോക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ആൾ ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് വിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ എന്നുള്ള രീതിയിൽ മെസ്സേജ് വിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ ഇന്ന ദിവസം വാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി. ഞാൻ ആ ഇൻ്റർവ്യൂക്ക് പോയി. ആൾക്ക് ഓക്കെ ആയി. ഇൻ്റർവ്യൂ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ആൾക്ക് ഓക്കെ ആയി. അങ്ങനെ ഞാൻ കയറി എനിക്ക് തോന്നുന്നു. പക്ഷെ കയറിയിട്ടും എനിക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല. വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓക്കെ ആയിരുന്നില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച ജോബ് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നുമല്ല ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ജോബ് നിർത്താണ്, എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. 1 വീക്കേ പോയുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് പറ്റിയില്ല, 1 വീക്ക് പോയോണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഡീസൻ്റ് ആണ് കേട്ടോ. അവർ ആ 1 വീക്ക് വർക്ക് ചെയ്തതിൻ്റെ പൈസയും തന്നിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. അവർ അങ്ങനെയാ, നമ്മളിപ്പോൾ എത്ര ദിവസം വർക്ക് ചെയ്താലും, അതെവിടെ വർക്ക് ചെയ്താലും നോർമലി എല്ലാ കമ്പനിയിലും ഇവിടെ അങ്ങനെയാണ്. ഇത്ര ദിവസത്തെ പൈസ തന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് പറയുള്ളൂ. അപ്പം എനിക്ക് ആ 1 വീക്കിൻ്റെ എമൗണ്ട് ഒക്കെ തന്നിട്ടാണ് ഞാൻ ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നത്. വീണ്ടും ഞാൻ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ കമ്മീഷൻ ബേസ്ഡ് ജോബ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അവർ പോയി പറയും കമ്മീഷൻ ബേസ്ഡ് ആണ്, താല്പര്യമുണ്ടോ. അപ്പം നമ്മൾ ഓരോ ക്ലയൻസിനെ കൊണ്ടുവന്ന് അപ്പം അങ്ങനെ കമ്മീഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. മേ ബി ലേറ്റർ, അതായത് നമ്മളൊന്ന് കുറച്ച് പ്രാക്ടീസൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഇവിടെ സെറ്റായി കഴിഞ്ഞ അങ്ങനെ കൊണ്ടുവരാനാണെങ്കിൽ നമ്മൾ ഓക്കെ, നമുക്കൊരു എക്സ്ട്രാ ഇൻകം കൂടിയാണത്. പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്നും നമുക്ക് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഓക്കെ ആവില്ല എന്ന് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല. സോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. 2 മന്ത് വിസിറ്റ് വിസ എക്സ്പയർ ആയി. പിന്നെ ഞാൻ വിസിറ്റ് റിന്യൂ ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എനിക്കൊന്നൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ 1 വീക്കിലും ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ദുബായ് കോർട്ടിൽ പോയി അറ്റൻഡ് ചെയ്ത്, പിന്നെ കുറേ സ്ഥലത്ത് പോയി അവിടെ ഇവിടെയൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി എനിക്ക്
ബിസിനസ് ബേയിൽ തന്നെ ഞാൻ കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ നമുക്ക് എന്ത് ക്വസ്റ്റ്യനാ അവർ ചോദിക്കുക എന്നൊന്നും നോക്കി അത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളൊരു കോൺഫിഡൻസിൽ പോവുക, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയുക. അല്ലാണ്ട് കുറേ പ്രിപ്പയർ ആയി പോയിട്ട്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്, ഞാൻ അങ്ങനെയല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുറേ പ്രിപ്പയർ ആയി പോയിട്ട് കാര്യമില്ല. നമുക്കൊരു കോൺഫിഡൻസും കുറച്ച് നോളേജും ഉണ്ടായാൽ മതി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് അറിയില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിലൊന്നും കാര്യമില്ല, നമുക്കൊരു കോൺഫിഡൻസ് മാത്രം മതി. എൻ്റെ ഒരു ഇതിലാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. സോ ഞാൻ ആ ഇൻ്റർവ്യൂക്ക് പോയിട്ട് എൻ്റെ അടുത്ത് ആള് കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ആകെ ഡ്രാഫ്റ്റിംഗ് അറിയോ, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആള് ഓക്കെ, ഇന്ന ദിവസം മുതൽ മൺഡേ മുതൽ വന്നോ എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ, വേറെ കൂടുതലൊന്നും ചോദിച്ചില്ല. അങ്ങനെ കിട്ടിയ ജോലിയാണ് എനിക്കിത്. അതും ഞാൻ ഡയറക്റ്റ് ത്രൂ അപ്ലൈ ചെയ്തതാണ് ആ കമ്പനിയിൽ. അങ്ങനെ ഞാൻ ജൂലൈ 22 അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം എനിക്ക് തോന്നുന്നു 1 year ആവാൻ പോകുന്നു ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഈ ഒരു ജോലി കിട്ടിയ ആ ഒരു ടൈമിലും ആ ഒരു ഡേയിലും തന്നെ എനിക്ക് വേറൊരു കോളും കൂടി വന്ന്, ഇന്ന ഡേയിൽ കയറിക്കോ, ഇൻ്റർവ്യൂ ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സെയിം ഡേയിൽ എനിക്ക് 2 ജോബാണ് വന്നത്. പക്ഷെ എനിക്ക് രണ്ടും കൂടെ വന്നപ്പോൾ കൺഫ്യൂഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ നമുക്ക് ഏതാണ് നല്ലത് ഏതാണ് ഇതൊന്നും പറയാൻ പറ്റൂലല്ലോ ഒറ്റ നോട്ടത്തിൽ. സോ ഐ തോട്ട് ഓഫ് ആദ്യം ഒരു കമ്പനി കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് ഓക്കെ അല്ലെങ്കിൽ അടുത്ത കമ്പനിയിൽ കയറാമെന്നുള്ളൊരു തോട്ടായി. ഞാൻ ഫസ്റ്റ് ആദ്യം കിട്ടിയ കമ്പനിയിൽ തന്നെ കയറിയിട്ട് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഓക്കെ ആയി, ഭയങ്കര കംഫർട്ടായി, എനിക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമായി. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച ജോലി എന്താണോ അതാണ് എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടായി. സോ രണ്ടാമത്തെ കമ്പനി ഞാൻ പോയുമില്ല, അതിനെക്കുറിച്ച് അപ്ഡേഷനോ അല്ലെങ്കിൽ വേറൊന്നും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ കൂടി പോയിട്ടില്ല. ഇനി ഞാൻ എന്താണ് ഈ കമ്പനിയിൽ ചെയ്യണേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാവും. ഞാനിവിടെ ലീഗൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് കയറിയത്. ഡ്രാഫ്റ്റിങ്, ആർബിട്രേഷൻ കേസസ്, DIFC കേസസ്, പിന്നെ എഗ്രിമെൻറ്റ്സ്, ലീഗൽ നോട്ടീസ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇവിടെ UAE എന്ന് പറയുമ്പോൾ അറബിക്കും ഇംഗ്ലീഷും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഒരു മുൻപന്തിയിൽ എപ്പോഴും അറബിക്ക് തന്നെ ഇരിക്കും. അറബിക്ക് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷാണ് ഇവിടെ വരുന്നത്. അപ്പം ഇംഗ്ലീഷ് മാറ്റേഴ്സ് ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇന്ത്യൻ ലോയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് ഇവിടെ വന്ന് എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റായികയൊന്നുമില്ല. ഈ ഒരു ഹോപ്പിലാണ് ഞാനും കയറി വന്നത്. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്ക് ആരുടെ കയ്യിൽ നിന്നും ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അറിവോ ഒന്നും കിട്ടിയിട്ടില്ല. ആകെ ഞാനൊരു തവണ ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ നിന്ന് ഒരാളിങ്ങനെ ലീഗൽ അഡ്വൈസറായിട്ട് ദുബായിലേക്ക് കയറി വരേണ്ടത് മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇന്ത്യൻ ലോയേഴ്സിനെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ്. അല്ലാണ്ട് ആളുടെ കയ്യിൽ നിന്ന് ഒരു എക്സ്പീരിയൻസോ ആളുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും അറിവോ ഒന്നും എനിക്ക് കിട്ടിയില്ല. ബാക്കിയെല്ലാം എൻ്റെ ഇതാണ്, ഞാൻ കയറി പോകുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ജോലി നോക്കി വരുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നല്ലപോലെ അപ്ലൈ ചെയ്യുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, ജോലി എന്തായാലും കിട്ടും. ഇതിപ്പോൾ ഒരു ലീഗൽ അല്ലെങ്കിൽ എന്ത് ജോലിയാണെങ്കിലും നല്ലപോലെ അപ്ലൈ ചെയ്താൽ എന്തായാലും കിട്ടിയിരിക്കും. അതെന്തായാലും കിട്ടും. കാരണം ഇവിടെ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത്രയും കമ്പനീസ് ഉണ്ട്. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ ഒരു UAE ജോബ് എക്സ്പീരിയൻസ്. പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഇതിപ്പോൾ ലീഗൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളതാണ് കേട്ടോ. ഇപ്പം നോക്കി വരുന്നവരോട് ഡ്രാഫ്റ്റിംഗ് ഒക്കെ ഓരോ ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആർബിട്രേഷൻ കോഴ്സസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കോഴ്സസ് എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ എനിക്ക് ആകെ 1 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ 1 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്കിവിടെ വലിയ വാല്യൂ ഒന്നുമില്ല. നാട്ടിലെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ വലിയ വാല്യൂ ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഡ്രാഫ്റ്റിംഗ് അറിയാം അല്ലെങ്കിൽ ആർബിട്രേഷൻ കേസസ് ഒക്കെ അറിയാമെങ്കിൽ നമുക്കൊന്നും കൂടി നമുക്കിവിടെ വർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ആകെ നമുക്കൊരു ഉപകാരമുള്ളത്. സോ
അല്ലാണ്ട് എന്തെങ്കിലും കോഴ്സസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഓപ്പർച്യൂണിറ്റീസും ഒന്നുകൂടി അടിപൊളിയായിരിക്കും, നമുക്ക് വർക്ക് ചെയ്യാനോ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. സോ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും. ഇനി ഇതിപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഇനി ഇതിലെന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും പറയാണ്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇനി പറയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ DM ചെയ്യുക. അതായത് ഇനിയും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.